നമസ്കാരം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതിന് ഒരു കാരണമുള്ളൂ. കാരണം ഒരുവിധപ്പെട്ട ഹൈറിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ കണ്ട പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മറ്റേ പേപ്പട്ടി ഇടുന്ന പോലെ ഡെയിലി 3 നേരം കൊല ആ പരിപാടി നമുക്ക് താല്പര്യമില്ലല്ലോ. മനുഷ്യന്മാർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ. പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം ഇപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം അതിൻ്റെ ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, എന്താണ് സംഭവങ്ങളൊക്കെ. അപ്പോൾ കേരളത്തിൽ ആകെ ഒരു സ്ഥലത്ത് മാത്രമാണ് BJP എന്ന് പറഞ്ഞ പാർട്ടി വന്നു. അവരാദ്യമായിട്ട് BJP എന്ന പാർട്ടി കേരളത്തിലൊരു അക്കൗണ്ട് തുറന്നു. അത് തൃശ്ശൂരാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ചില കോൺട്രവേഴ്സികളെക്കുറിച്ച് കണ്ടപ്പോൾ നമുക്ക് പരിചയമുള്ളൊരു മോന്ത ഈ വാർത്തകളിൽ വന്നുപെട്ടതായിട്ട് ഞാൻ കണ്ടു. അനിലക്കര. ആ കള്ളൻ്റെ യഥാർത്ഥ കള്ളത്തരം ആ പാർട്ടിക്കാർ തന്നെ വെളിപ്പെടുത്തി കൊണ്ടുവരുന്നതും ഭിത്തിയിലും പോസ്റ്ററിലും ഒട്ടിച്ച് വെക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ. അതായത് ഈ ഇന്ത്യൻ മഹാരാജ്യത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ, ഒരു പരിപാടിക്ക് അതിനുവേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളിൽ അതിനുവേണ്ടി പോസ്റ്റർ അടിക്കാനും അയാൾ ഈ കോൺഗ്രസിൻ്റെ വലിയ കൊണാണ്ടാണെന്നാണ് നമ്മളെല്ലാം കേട്ടത്. അപ്പോൾ പോസ്റ്റർ അടിക്കാൻ കൊടുത്ത പൈസ കൊണ്ട് പൊറോട്ട അടിച്ച അനിലക്കരയെ നാറ്റിക്കാൻ വേണ്ടി അനിലക്കരയെ ചവിട്ടി പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സിലെ പിള്ളേർ തന്നെ ഭിത്തിയിലൊക്കെ പോസ്റ്റർ ഒട്ടിച്ച് തുടങ്ങി. അത് നന്നായി. എന്തായാലും അങ്ങനെയുള്ള കള്ളന്മാരെയൊക്കെ വെളിയിൽ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ടല്ലോ, യഥാർത്ഥ കള്ളന്മാർ പുറത്തോട്ട് വരുന്നുണ്ടല്ലോ. അതായത് ഈ ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഈ ഒരു കാര്യത്തിൽ വലിയ ആവേശത്തിൽ നിന്നൊരുത്തനാണ് ഈ അനിലക്കര. എന്തിനാ അയാൾ ഈ പരിപാടി ഇത്ര ഹൈറിച്ച് എന്ന് പറഞ്ഞ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഇതാണ് അങ്ങനെയാണ് തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര ആവേശത്തിൽ, അതായത് ഈ കോൺഗ്രസ് ഈ ഒരു അയാളും കൂടെയുള്ള ഈ ആ പാർട്ടിയിലെ മറ്റാരും, അതായത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പെന്നും പറഞ്ഞുകൊണ്ട് കൊടുത്ത ന്യൂസ് റിപ്പോർട്ട് അയാൾ തന്നെ എഴുതി കൊടുത്ത സാധനങ്ങളാണ് ഈ ചാനലുകാർ മുഴുവനും വായിച്ചത്. യാതൊരുവിധ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയോ ഒന്നും, എന്താണ് അതിൻ്റെ റിയാലിറ്റി എന്നോ, അതിനകത്ത് ഈ ഹൈറിച്ചിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുറേ 10 ലക്ഷത്തിലധികം ആളുകളെ പൈസ പറ്റിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അതിൻ്റെ സംഭവം എന്ന് ചോദിക്കാൻ വേണ്ടി ഒരു ആളോട് പോലും, അതായത് ഇതിൻ്റെ ഏറ്റവും അവസാനം ജോയിൻ ചെയ്ത് ഒരു വരുമാനവും കിട്ടാതെ ആയിപ്പോയ, അതായത് ബാങ്ക് ഫ്രീസ് നടന്നതുകൊണ്ട് ഒരു വരുമാനം ആയിപ്പോയ ഒരു പെണ്ണുങ്ങളെ കണ്ട് വിളിച്ചിട്ട് ആ പെണ്ണുങ്ങൾക്കാണ് അതിനെക്കുറിച്ച് ഒരു മണ്ണാങ്കട്ടി അറിയത്തുമില്ല. ആ പെണ്ണുങ്ങൾ പറയുന്നത് മാത്രമാണ് അതിനകത്തൊക്കെ കണ്ടത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുണ്ടെങ്കിൽ അതിൽ കുറച്ച് പേര്, ഒരു 10 പേരെങ്കിലും വിളിച്ചിട്ട് എന്താണ് സംഭവം എന്നുള്ളത് ചോദിക്കാതെ ഈ അനിലക്കര എന്ന് പറഞ്ഞ കള്ളൻ ഇവൻ കൊടുത്ത വാർത്തകൾ അതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അന്വേഷിക്കാതെ, അതായത് ഇവൻ ഒരു രാഷ്ട്രീയക്കാരനാണ്, ഇവനൊരു XMLA ആണ്, അതിൻ്റെ ആ ഒരു രാഷ്ട്രീയ അങ്ങനെ ഒരു പൊസിഷനിൽ ഉണ്ടായിരുന്ന ആളെന്നുള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, അതിൻ്റെ ഒരു ഇതും വിശ്വസിച്ചാണ് ഈ ചാനലുകാരെല്ലാം അയാൾ ഭയങ്കര സംഭവമാണ്, അയാൾ തരുന്ന വാർത്ത എന്തോ ഭയങ്കര സംഭവം ജെന്യുവിനാണെന്നുള്ള ഒരു ഇതിലാണ് ഇവർ വാർത്ത കൊടുത്തത്. അപ്പോൾ ആ കള്ളൻ എന്തിന് ഇതിൻ്റെ പുറകെ നിന്നു എന്നുള്ളതിന് ഇവർ പോലും, കാരണം മറ്റൊരു കോൺഗ്രസ്സുകാരനും ഇത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പെന്ന് പറഞ്ഞു കൊടുത്ത ഈ വാർത്തയ്ക്ക്, ഈ പ്രശ്നത്തിൽ മറ്റൊരു കോൺഗ്രസ്സുകാരനും ഇടപെട്ട് ഞാൻ കണ്ടില്ല. ഇയാൾ മാത്രം, ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഇയാൾ മാത്രമാണ് ഇതിന് പുറകെ നിന്നത്. അതായത് ഇയാൾ കേസും കൊടുത്ത് ഇതിൻ്റെ പത്രസമ്മേളനം നടത്തി അങ്ങനെ പല പരിപാടികളും ചെയ്ത് ഭയങ്കര ആവേശത്തിൽ നിൽക്കുവാണ്. പക്ഷേ അതേ കാര്യത്തിന് അതൊരു തട്ടിപ്പാണെങ്കിൽ ശരി, എല്ലാവർക്കും മറ്റുള്ള ഈ പാർട്ടിക്കാർക്കും ഇതിൽ ഊർജ്ജത്തിൽ ഇറങ്ങാം. അയാൾ ഈ സർക്കാരിനെയും പിണറായി വിജയനെ വരെ അതിൽ ലിങ്ക് ചെയ്യിച്ചു. അപ്പോൾ ഇത് സംഗതി ഇത്രേ ഉള്ളൂ. ഇയാൾ ഈ പോസ്റ്റർ അടിക്കാൻ, അതായത് ഈ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോസ്റ്റർ അടിക്കാനും നോട്ടീസ് അടിക്കാനും കൊടുത്ത കാശ് വരെ അടിച്ചു മാറ്റിയ കള്ളനാണ് ഇയാൾ. അപ്പോൾ അതായത് സ്വന്തം പാർട്ടിയുടെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ അതിനുവേണ്ടി കൊടുത്ത കാശ് വരെ അടിച്ചു മാറ്റി. അതുകൊണ്ടെന്താ, അതും കാരണമായിട്ടായിരിക്കും ആ ഒരു തോൽവി അവിടെ സംഭവിച്ചത്. അപ്പോൾ ആ ഒരു തോൽവിക്ക് സ്വന്തം പാർട്ടിയുടെ ഇന്ത്യയിൽ ഇത്രയും വലിയ നിർണായകമായ ഒരു സമയത്ത് നടക്കേണ്ട നിർണായകമായ ഒരു പ്രവർത്തനത്തിലേക്ക് അയാൾ ജീവിതം കൊണ്ട് തന്നെ ഞാൻ കോൺഗ്രസ്സുകാരനാണെന്നും എൻ്റെ പ്രവർത്തനം ഇതാണെന്നും കാണിക്കുന്ന ആ പാർട്ടിയുടെ ഇത്രയും നിർണായകമായ പ്രവർത്തനത്തിനിടയിൽ ആ പ്രവർത്തനത്തിന് വേണ്ടി അയാൾക്ക് കൊടുത്ത കാശ് അടിച്ചു മാറ്റിയ അയാൾ ഇതല്ല ഇതിൻ്റെ അപ്പുറം എന്ത് കാണിക്കില്ലെന്നുള്ളതിന് എന്താണ് അതിശയിക്കുന്നത്? അപ്പോൾ മനസ്സിലാക്കാം, സ്വന്തം പാർട്ടിയുടെ ഇത്രയും നിർണായകമായ ഈ ഒരു ഘട്ടത്തിൽ അവർ ആ ഒരു പ്രവർത്തനത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ വേണ്ടി ഉള്ള ഒരു വിശ്വാസത്തിൽ അയാൾക്ക് കൊടുത്ത കാശ് വരെ അടിച്ചു മാറ്റിയ ഈ കള്ളൻ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു കമ്പനി ഹൈറിച്ച് എന്ന് പറഞ്ഞാൽ, അതായത് ഹൈറിച്ച് കൊണ്ട് അങ്ങനെ ഒരു ഹൈറിച്ചിൽ അയാൾ ജോയിൻ ചെയ്തിട്ടില്ല. ഹൈറിച്ച് കൊണ്ട് അയാൾക്കോ അയാളുടെ ആർക്കെങ്കിലും ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ടാവില്ല. ലോകത്തിലൊരാൾക്കും ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. അപ്പോൾ അയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവത്തില്ല. അപ്പോൾ പിന്നെ അയാൾ മാത്രം എന്തിനായിരിക്കും ഈ ഇത്ര വലിയ ഇതിന് നിന്നത്? കാരണം ഒരു പത്രസമ്മേളനങ്ങൾ ഒരുപാട് വിളിക്കുന്നു, ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നു, കണ്ടിന്യൂസ് ഇയാൾ ഒരൊറ്റയ്ക്ക് തന്നെ. അപ്പം എന്താണ് ഇതിൻ്റെ സംഗതി?
സംഗതി പല മറ്റ് മൾട്ടി ലെവൽ കമ്പനികൾ, അതായത് ഈ ഹൈറിച്ച് കൊണ്ട് പിന്നെ ഹൈറിച്ചിലേക്ക് ഒരുപാട് അതിലിങ്ങനെ പല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ ഹൈറിച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കുറേ ഈ ചിട്ടി കമ്പനികൾ, അങ്ങനെയുള്ള ചില ടീമുകൾ, അത് കൃത്യമായിട്ട് ഓരോ പേര് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകൾ ഗ്രൂപ്പായിട്ട് ചേർന്നിട്ടാണ് ഈ കള്ളനെ കൊണ്ട് ഈ പരിപാടി ചെയ്യിക്കുന്നത്. അപ്പം അവർക്ക് കിട്ടേണ്ട കാശ്, അയാൾക്ക് ഈ കാശ് വാങ്ങിയിട്ടാണ് അല്ലെങ്കിൽ ഈ നാട് നന്നാവുക ഒരു ലക്ഷ്യത്തിലാണ് ഇയാൾ ഇത് ചെയ്യുന്നതെങ്കിൽ ഒന്നെങ്കിൽ ആ പാർട്ടി മൊത്തം അവരുടെ കൂടെ വരേണ്ട ആവശ്യം അവർക്ക് തോന്നിയിട്ടില്ല. മാത്രമല്ല, ഇയാൾ ഇങ്ങനെ ഇത്രയും വലിയൊരു ഇലക്ഷൻ സമയത്ത്, ഇത്രയും വലിയൊരു നിർണായക ഘട്ടത്തിൽ, ആ ഘട്ടത്തിൻ്റെ ഇടയിൽ അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്ത കാശ് പോലും അടിച്ചു മാറ്റിയ ഈ കള്ളൻ, അയാൾക്ക് യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു ഹൈറിച്ച് എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് വേണ്ടി ഒറ്റയ്ക്ക് കിടന്ന് വിളമ്പാൻ നിൽക്കില്ലെന്നുള്ളത് കോമൺ സെൻസ് ഉള്ള ഒരുത്തനും മനസ്സിലാവുന്ന കാര്യമുള്ളൂ. കാരണം ഒരു കാര്യമില്ലാതെ, പ്രത്യേകിച്ച് പ്രയോജനമില്ലാതെ ഇയാൾ ഈ പരിപാടിക്ക് നിൽക്കില്ല എന്ന് ഏത് മനുഷ്യനും മനസ്സിലാവും. അപ്പം ഇവനാണ് പ്രധാനപ്പെട്ട ഇതിലെ ഒറ്റുകാരൻ, കാശുകാരൻ, തട്ടിപ്പുകാരൻ. അപ്പം ഇയാൾക്ക് കിട്ടിയ നല്ലോണം കിട്ടിയിട്ടുണ്ട് ഇയാൾക്ക്. അത് കാരണം ഇയാൾക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലല്ലോ. XMLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിയല്ലല്ലോ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള തട്ടിപ്പ് രാഷ്ട്രീയക്കാരുടെ പരിപാടി തന്നെ ഇതൊക്കെ തന്നെയാണല്ലോ. മറ്റുള്ള ഏതെങ്കിലുമൊക്കെ ആൾക്കാരുടെ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച മേടിച്ച് ആ നക്കാപ്പിച്ചയ്ക്ക് അവർക്ക് നക്കി കൊടുക്കുന്ന പരിപാടിയാണല്ലോ ഈ രാഷ്ട്രീയത്തിലുള്ള ഇങ്ങനത്തെ പാഷാണങ്ങൾക്കുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പാഷാണപ്പണിയാണ് ഇയാൾ എടുക്കുന്നത്. അപ്പോൾ ഈ പാഷാണപ്പണി കണ്ടിട്ടാണ് ഇയാൾ അനിലൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാനലുകാരെല്ലാം കൂടെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൊട്ടി ഘോഷിച്ചത്. അവൻ കൊടുത്ത വാർത്തയ്ക്ക് അതുപോലെ തന്നെ അവൻ എന്താണോ എഴുതി കൊടുത്തത് അത് അതുപോലെ തന്നെ അങ്ങ് ഇട്ടേച്ച് ഒരു റിപ്പോർട്ടിങ്ങോ ഒരു അന്വേഷണമോ ഒന്നും. കാരണം ഇവരൊന്നും ഉദ്യോഗസ്ഥരോ ഒന്നും അല്ലല്ലോ. ഈ ചാനലുകാരെയൊക്കെ അതേപോലെ തന്നെ വിശ്വസിക്കുന്ന നമ്മളെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ, ആളുകളെ പറഞ്ഞാൽ മതി, പറഞ്ഞിട്ട് അവരെ പറയേണ്ട ആവശ്യമുള്ളൂ. കാരണം ഈ ചാനലുകാർ, ഇവരുടെ വിചാരം ഈ ചാനലുകാരൊക്കെ ഇതെല്ലാം കറക്റ്റ് അങ്ങോട്ട് കറക്റ്റ് ചെക്ക് ചെയ്ത് എല്ലാം കറക്റ്റ് ഒന്നും അല്ലെന്നേ. ഇങ്ങനെയുള്ള കുറേ കാശിന് വേണ്ടിയും പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റും ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ തന്നെയാണ് ഈ രാഷ്ട്രീയക്കാരുടെ ആയാലും എല്ലാം ഈ പെയ്ഡ് പരിപാടിയാണ് നടക്കുന്നത്. ജനങ്ങൾ സാധാരണക്കാരെ പറ്റിക്കുന്നത് ഇവന്മാരാണ്. അപ്പോൾ ഇവന്മാരുടെ റിയൽ തട്ടിപ്പ് മനസ്സിലാക്കാതെ യാതൊരുവിധ പ്രശ്നവും ആർക്കും ഉണ്ടാക്കിയിട്ടില്ലാത്ത ഹൈറിച്ച് എന്ന് പറഞ്ഞ ഒരു കമ്പനിയെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഫ്രീസ് ചെയ്ത് അതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളെല്ലാം കഷ്ടത്തിൽപ്പെടുത്തിയ ഈ അനിലക്കര എന്ന് പറഞ്ഞ കള്ളനെതിരെയല്ലേ നമ്മളെല്ലാം തിരിയേണ്ടത്. കള്ളൻ്റെ കള്ളമുഖം മൂടി അഴിഞ്ഞു വീണു. ഇനി അതിനകത്ത് അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം അയാൾക്ക് ഇനി വർത്തമാനമില്ല അവിടെ. അയാളെ അവരുടെ പാർട്ടിക്കാർ തന്നെ ചവിട്ടി പുറത്താക്കാൻ തുടങ്ങി. അപ്പം ഈ റിയാലിറ്റി ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. താങ്ക് യു.